പണി പൂർത്തിയായ രാമക്ഷേത്രം കാണാൻ ഭക്തരുടെ ഒഴുക്കാണ് അയോധ്യയിലേക്ക്. തിരക്ക് കണക്കിലെടുത്ത് ദർശന സമയവും കൂട്ടിയിട്ടുണ്ട്. ഇന്നും നാളെയുമായി 3 ലക്ഷത്തിലധികം ആളുകൾ എത്തിച്ചേരുമെന്നാണ് കണക്കുകൂട്ടൽ. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ധ്വജാരോഹണം നാളെയാണ്. രഞ്ജിത്ത് രാമചന്ദ്രൻ അയോധ്യയിൽ നിന്ന് വിവരങ്ങളുമായി. രഞ്ജിത്ത്, വിശ്വാസികളെ സംബന്ധിച്ച് അവർ ഏറെ കാത്തിരിക്കുന്ന ദിവസമാണ്. ആ തിരക്ക് തന്നെയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. രഞ്ജിത്ത് തരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് എന്താണ് അവിടെ ഏറ്റവും പുതിയ വിവരങ്ങൾ? എങ്ങനെയൊക്കെയാണ് ഈ ധ്വജാരോഹണത്തിനടക്കമുള്ള ഒരുക്കങ്ങൾ? പ്രധാനമന്ത്രിയുടെ വരവാണ് ഏറ്റവും പ്രധാനം. ശ്രീജ, നമുക്കറിയാം അയോധ്യ BJPയെ സംബന്ധിച്ചിടത്തോളം, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. 2020 ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ച് 5 വർഷത്തിനുള്ളിൽ ക്ഷേത്രത്തിന്റെ പൂർണ്ണമായ പണികൾ പൂർത്തിയാക്കുകയാണ്. ഏതാണ്ട് 4000 കോടിയോളം രൂപ മുടക്കി ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമൊക്കെ വലിയതോതിൽ നടത്തിയതിനു ശേഷമുള്ള ഒരു പൂർണ്ണ കാര്യങ്ങളിലേക്ക് പോകുന്നു. അതായത് ക്ഷേത്ര പൂർത്തീകരണം എന്നുള്ളതാണ് ഈ ധ്വജാരോഹണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2024 ജനുവരി മാസത്തിലായിരുന്നു ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഏതാണ്ട് 70% പൂർത്തിയാക്കി ഇതുമായി ബന്ധപ്പെട്ട പ്രാൺ പ്രതിഷ്ഠ അടക്കം നടന്നത്. അന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്, മുഖ്യ അതിഥിയായി ഉണ്ടായിരുന്നത്. ഇന്നാളെയും അതേ പ്രത്യേകത തന്നെയാണ്. അതായത് നാളത്തെ ദിവസവും ധ്വജാരോഹണ ദിവസവും പ്രധാനമന്ത്രി തന്നെയാണ് ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിനൊപ്പം UP മുഖ്യമന്ത്രി ഉണ്ടാകും. ഒപ്പം RSSന്റെ സർവ്വസംഘചാലക് ശ്രീ മോഹൻ ഭാഗവതും ഉണ്ടാകും. നാളെ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ അകലെയുള്ള സാക്കേത് എന്ന അടുത്തൊരു PG കോളേജുണ്ട്. അവിടെ നിർമ്മിച്ചിരിക്കുന്ന പ്രത്യേക ഹെലിപ്പാഡിലാണ് പ്രധാനമന്ത്രി എത്തുക എന്നുള്ളതാണ്. അതിനുശേഷം ഏതാണ്ട് 3 കിലോമീറ്ററോളം നീളുന്ന ഒരു റോഡ് ഷോ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ആ റോഡ് ഷോയിൽ 2 ഭാഗത്തു നിന്നും പുഷ്പവൃഷ്ടി അടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ ഹെലികോപ്റ്റർ സംവിധാനത്തിലുള്ള പുഷ്പവൃഷ്ടി അടക്കം വലിയ ഗംഭീരമായാണ് സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതേറെ അദ്ദേഹം വരുന്നത് ഒരുപക്ഷെ ഹനുമാൻ ഗറിയിലായിരിക്കുമെന്നാണ് പറയുന്നത്. തൊട്ടടുത്താണ് ഹനുമാന്റെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമുള്ളത്. അവിടേക്ക് അദ്ദേഹം എത്തുകയും അവിടെ ദർശനം നടത്തിയതിനു ശേഷമാകും ഈ ധ്വജാരോഹണത്തിനായി ഈ ശ്രീരാം ലല്ലയ്ക്കടുത്തേക്ക് എത്തുക എന്നാണ് ഇപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ചില മാറ്റങ്ങളൊക്കെ ഒരുപക്ഷെ ആ പരിപാടിയിൽ ഉണ്ടായേക്കാം. 11:30 മണിയോടുകൂടി ാകും പ്രധാനമന്ത്രി ഇവിടെ എത്തുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്ക് ഈ ദൃശ്യങ്ങളിലോ കാണാം, വലിയ ടൈറ്റ് സെക്യൂരിറ്റിയിലാണ് അയോധ്യ എന്നുള്ളതാണ്. 3 ടയർ സംവിധാനമാണ്, 3 തലത്തിലുള്ള സംവിധാനമാണ് ഇവിടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ തന്നെ ക്ഷേത്രത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ATS ഏറ്റെടുത്തു എന്നുള്ളതാണ്. ATSന്റെ വലിയൊരു സംഘം ഇവിടെ എത്തുകയും അവർ അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ പുറത്തുള്ള സുരക്ഷാ വലയത്തിന്റെ സുരക്ഷയുടെ പൂർണ്ണ ചുമതല കേന്ദ്രസേനയ്ക്കാണ്. കേന്ദ്രസേനയുടെ CRPF അടക്കമുള്ള കേന്ദ്രസേനയുടെ ഏറ്റവും നിർണായകമായ സാന്നിധ്യം ഇവിടെയുണ്ട്. അതാണ് ഇവിടെ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത. ഞാനീ നടക്കുന്നത് ശ്രീജിക്ക് അറിയാം. അതായത് രാംപഥ് എന്ന് പറയുന്ന ശ്രീരാമ ക്ഷേത്രത്തിൽ നിന്നും നേരെ ഒരു 2 കിലോമീറ്ററോളം ലതാ ചൌക്ക് വരെയുള്ള വളരെ മനോഹരമായ ഒരു വീതിയിലൂടെയാണ്. ഈ വീതിയിൽ മൊത്തം വലിയ നിയന്ത്രണങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് അന്യ വാഹനങ്ങളൊന്നും കടത്തിവിടില്ല. കടത്തിവിടുന്ന വാഹനങ്ങൾക്ക് പ്രത്യേക പാസ് വേണം എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ തദ്ദേശീയരായ ആളുകളുടെ ബൈക്കുകൾ മാത്രമാണ് ഇതുവഴി കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഇവിടുത്തെ കാര്യം ഇങ്ങനെയാണ്. ഇന്നിപ്പോൾ വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. സുരക്ഷയുടെ കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയില്ല. മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേക പാസുകൾ ഇപ്പോൾ എന്റെ കയ്യിൽ കാണാം. ഇത്തരം പാസുകൾ നൽകിയിട്ടുണ്ട്. ഈ പാസുകൾ ഉപയോഗിച്ചാണ് നമുക്ക് ഈ പ്രദേശത്ത് കൂടി ഒന്ന് സഞ്ചരിക്കാൻ പോലും പറ്റുക എന്നുള്ളതാണ്. അങ്ങനെ വാക്കിംഗ് പോലും വളരെ ഈ പറഞ്ഞതുപോലെ പ്രയാസമുള്ള ഒരു പ്രദേശം കൂടിയായി ഇത് മാറുന്നു. യോഗി ആദിത്യനാഥ് ഇപ്പോൾ അയോധ്യയിലുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റൊരുക്കങ്ങളുമൊക്കെ വിലയിരുത്തുന്നു. ഈ തീർത്ഥ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട, അമ്പലത്തിൽ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അവരുടെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ വളരെ വലിയ തോതിൽ വിപുലമായ ആഘോഷ പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതിനപ്പുറത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനം കൂടിയില്ല. നമുക്ക് നേരത്തെ ഈ അമ്പലത്തിന് അടുത്തുവരെയൊക്കെ പോകാമായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 ദിവസമായി അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ തോതിലുള്ള ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്കാണ് ഇങ്ങോട്ടേക്ക്. ഏതാണ്ട് 2 ലക്ഷം ആളുകളൊക്കെ ഒരു ദിവസം വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ് ഇത് എന്നുകൂടി നമ്മളൊന്ന് ആലോചിക്കണം. ഏറ്റവും വലിയ, രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഒരു ക്ഷേത്ര നഗരിയായി അയോധ്യ മാറിയിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസനവും ഭക്തർക്ക് സുഗമമായി ദർശനം നടത്തി മടങ്ങാനുമൊക്കെയുള്ള സൗകര്യങ്ങളും മറ്റും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. നമുക്ക് ഈ ചടങ്ങിലേക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പോയാൽ
നാളെ ഏതാണ്ടൊരു 12:30 മണിയോടുകൂടിയാകും ഈ ചടങ്ങ്, ഇതിന്റെ പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി സ്ഥാനത്തിൽ നടക്കുന്ന ചടങ്ങാണ്. നവംബർ 25 നാളെ ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ശ്രീജ. നാളെ ഏതാണ്ട് 11:30 മണിയോടുകൂടിയാകും പ്രധാനമന്ത്രി ഇവിടെ എത്തുക. അതിനുശേഷം അദ്ദേഹം ഈ ധ്വജാരോഹണ ചടങ്ങിൽ പങ്കെടുക്കും. കഴിഞ്ഞ 3 ദിവസമായി കലശപൂജ അടക്കമുള്ള പ്രത്യേക പ്രാർത്ഥനകളും മറ്റു ചടങ്ങുകളുമൊക്കെ അമ്പലത്തിനുള്ളിൽ നടക്കുന്നുണ്ട്. അത് 101ഓളം ആചാര്യന്മാർ നേരിട്ട് നടത്തുന്ന കാശി, രാമേശ്വരം, ഒപ്പം അയോധ്യയിൽ നിന്നൊക്കെയുള്ള 101ഓളം ആളുകൾ എത്തി നടത്തുന്ന ഒരു ചടങ്ങുകളും മറ്റുമാണ്. അത് അതിവൈശിഷ്ട്യമായ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. ആയിരക്കണക്കിന് ആളുകൾ, അതായത് 7000ഓളം ആളുകൾക്ക് മാത്രമാണ് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട അകത്ത് പ്രവേശിക്കാൻ. അത് വിവിധ തുറകളിൽ നിന്നുള്ള, സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള VVIPകളായ പ്രധാനികളായ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചടങ്ങായിരിക്കും. വളരെ റെസ്ട്രിക്റ്റഡ് എൻട്രിയാണ്. മാധ്യമങ്ങൾക്കും പ്രവേശനം ഉണ്ടാവില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ 191 അടിയാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഉയരം എന്ന് പറയുന്നത്. 77 ഏക്കറിലായി കിടക്കുന്ന അതിവിശാലമായ ഒരു ക്ഷേത്രമാണ്. അതിൽ 191 അടിയാണ് ക്ഷേത്രത്തിന്റെ ഉയരം. അതിന് മുകളിലേക്കാണ് ഈ ധ്വജം ഉയർത്തുക, ഈ കാവ്യ പതാക ഉയർത്തുക എന്നുള്ളതാണ്. നടുക്ക് കാവ്യ പതാക, അത് വെള്ളാരങ്കലില് തൂണുകൾ, മനോഹരമായ തൂണുകളുടെ രൂപകൽപ്പനയൊക്കെ കഴിഞ്ഞു. സ്വർണത്തിൽ പൊതിഞ്ഞ കലശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷ്ഠിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ക്രമീകരണങ്ങളുണ്ട്. ഇതിന്റെ വിലയിരുത്തലും മറ്റും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എഞ്ചിനീയർമാരും മറ്റ് ആചാര്യന്മാരും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ വിലയിരുത്തലും ക്രമീകരണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടുവരികയാണ്. നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ടൊന്ന് പോയാൽ ഈ വന്നെത്തുന്നവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി കേൾക്കണം. ഈ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, UPയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഒക്കെ എത്തുന്ന നിരവധിയായ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്കുണ്ട്. അവരൊക്കെ ഇതൊരു വലിയൊരു കൗതുകമായും വലിയൊരു അത്ഭുതമായും ഒക്കെ കാണുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. കാരണം ഇത്ര പെട്ടെന്ന് ഈ ഒരുപക്ഷെ ഒരു 3-4 വർഷം മുമ്പ് ഇവിടെ വന്ന, അയോധ്യയിൽ വന്ന ആളുകൾക്കൊക്കെ ഇപ്പോഴത്തെ ഈ അവസ്ഥയൊക്കെ ഒരു അത്ഭുതമായിരിക്കും. അത്രത്തോളം മാറ്റങ്ങൾ അയോധ്യയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഗതാഗത സൗകര്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും, ഒപ്പം ഈ പറഞ്ഞതുപോലെ പാതകളുടെ കാര്യത്തിലാണെങ്കിലും, വ്യവസായത്തിന്റെ കാര്യത്തിലാണെങ്കിലും, കച്ചവട സ്ഥാപനങ്ങളുടെ കാര്യത്തിലുമായൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു വ്യത്യാസം അത് വളരെ വലുതാണ്. किधर से? पहले बार आया है? पहली बार आया, लेकिन सेकंड टाइम आया, लेकिन बहुत अच्छा लगा मंदिर आकर के। बहुत अच्छा मंदिर है, व्यवस्था भी बहुत अच्छी है और दर्शन भी बहुत अच्छा हुआ। अंदर गया? हाँ, अंदर गए थे। उसका पूरा फाइनल हो गया है? पूरा ऑलमोस्ट फाइनल हो चुका है, लेकिन अभी कुछ चीजें बची हुई हैं। हमको लगता है कि कुछ चीजों में वो भी फाइनल हो जाएंगे, क्योंकि कार्यक्रम में भव्यता भी है तो सब कुछ लेके ही चलना है। बहुत अच्छा लगा, बहुत अच्छा। अयोध्या का चेंज कैसे लग रहा है? देखिए, यहाँ तो विकास तो पहले का अपेक्षा माना जाए तो बहुत हो चुका है। हम भी अयोध्या पहली बार आए थे, लेकिन इतना विकास नहीं हमको मिला, लेकिन इस बार दिख रहा है, रास्ते में भी दिख रहा है, आपको भी दिख रहा होगा अयोध्या में कितने विकास हो रहे हैं। कुछ चीजें मुंह से आप नहीं बोल सकते हैं, कुछ चीजें जो होती हैं जुबान से नहीं बताया जा सकता है, वो केवल फील किया जा सकता है। समझिए कि वो सारी चीजें लोग फील कर रहे हैं। फैमिली मेंबर्स? जी, हर हर महादेव, जय श्री राम, जय सिया राम। बहुत अच्छा लगा। हम राजस्थान से हैं, बाप के पास बड़ी सिर गांव है और वो जैसलमेर और बीकानेर के बीच में है। फड़ौदी हमारा नया जिला बना है, BJP की सरकार है। हमें इतना अनुभूति हुई, अच्छी हुई, इतना सुंदर लगा कि जिनका कोई हद ही नहीं होता। इतनी अपरंपार खुशी हुई है यहाँ आने के बाद में। इतनी साफ सफाई, इतना दर्शन, इतनी सुविधा, इतनी फैसिलिटी, सब प्रकार से आनंद हो गया। क्या जन्मभूमि की! अरे ये तो अयोध्या राम मंदिर बनने के बाद में अयोध्या हुई है, नहीं तो अयोध्या थी नहीं। लोगों की बहुत श्रद्धा टूटी हुई थी। जहाँ रामचंद्र का जन्म मंदिर हुए तो वहाँ हम जाया करते थे, और आज जन्मभूमि में आया, बड़े आनंद आया। बहुत आनंद आया, बहुत अच्छा। राम मंदिर के बारे में हम आए, हमें बहुत अच्छा लगा। बहुत इसका मेन दर्शन करके हम बहुत अच्छे सफल हुए, बहुत अच्छा लगा। वो पूरा हो गया। इतना अच्छा खूबसूरत चीज कहीं नहीं देखने में मिली जो इधर मिला है। सबसे अच्छा राम दरबार, मन खुश हो गया अंदर से। बहुत अच्छा लगा ना पे आके। जो जिसकी भी इच्छा है ना पे आके दर्शन करो राम मंदिर के। ना कोई मार है, सब कुछ भी नहीं है, बोलते हैं ना पे मार पिटाई है, वो है, कुछ भी नहीं है। ना पे आराम से दर्शन करो, कोई धक्का मुक्की नहीं है। बहुत अच्छा, डराते हैं दुनिया वालों को। जय श्री राम। आप भी बोल दो जय सिया राम। ഇതാണ് സൂര്യ. ഹിന്ദി മനസ്സിലാകുന്നവർക്കൊക്കെ, ഹിന്ദി അറിയാവുന്നവർക്കൊക്കെ അതൊന്ന് മനസ്സിലായി കാണും. കാരണം അവർ പറഞ്ഞു വെക്കുന്നത് ഞങ്ങൾക്ക് മനോഹരമായ ദർശനം കിട്ടുന്നു, ഇവിടെ കൊള്ളയും എന്താണ് പിന്നെ പിടിച്ചുപറിയൊന്നുമില്ല,
സുഗമമായി പോയി. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്ര വലിയ തിരക്കുണ്ടെങ്കിലും ഒരു മണിക്കൂറിനകം ഒരു പക്ഷേ അമ്പലത്തിനകത്ത് കയറി കുറച്ച് നടക്കാനുണ്ട്, ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്, എങ്കിലും നടന്ന് ഈ ക്യൂ കോംപ്ലക്സുകളിലൂടെ കടന്ന് ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ട് ദർശനം നടത്തി സുഗമമായി മടങ്ങാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. അതിന് നമ്മളിപ്പോൾ അത്ര വലിയ ഒരു സ്ഥല സംവിധാനം കൂടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളിതോട് ചേർത്ത് വെക്കണം. വലിയ 70-71 ഏക്കറാണ്. ഈ ഇവിടുത്തെ ഗതാഗത സംവിധാനമൊക്കെ മെച്ചമാണ്. റോഡുകളിലൊക്കെ വളരെ മനോഹരമായ റോഡുകളാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് എത്താനും ഇപ്പോൾ ഏറെ തൊട്ടടുത്ത് 15 കിലോമീറ്റർ അകലെ വാത്മീകി എയർപോർട്ട് ഉണ്ട്. അപ്പോൾ എയർ സംവിധാനങ്ങളുടെ ഡെവലപ്മെന്റ് ഉണ്ട്. ആവശ്യത്തിലധികം ട്രെയിനുകളുടെ തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷനും മറ്റും ട്രെയിനുകളുടെ സംവിധാനമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഒരു വലിയ ടൂറിസം കേന്ദ്രമായി അയോധ്യ എന്നുള്ളത് യുപിയുടെ ചരിത്രത്തിലെ അല്ലെങ്കിൽ യുപിയുടെ ടൂറിസം മേഖലയിലെ ഏറ്റവും വലിയ ഒരു സംഗതിയായി മാറുന്ന ഒരു പശ്ചാത്തലം ഏറ്റവും പ്രധാനമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്രശാന്ത് കാണിക്കുന്ന ദൃശ്യങ്ങൾ കൂടുതൽ പുഷ്പങ്ങൾ ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി അതിമനോഹരമായി മാറും അയോധ്യ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ മനോഹരിയാണ് അയോധ്യ. കുറച്ചുകൂടി ഒന്ന് കളർഫുൾ ആക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. അത് വൈകുന്നേരത്തോടു കൂടി അത് പൂർത്തീകരിക്കുകയും ചെയ്യും. ശ്രീജ. ശരി, രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. അയോധ്യയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിശ്വാസികളെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അയോധ്യ പൂർണ്ണമായി ഒരുങ്ങിക്കഴിഞ്ഞു. അവിടെ എത്തുന്ന വിശ്വാസികളെ സ്വീകരിക്കാൻ അവിടുത്തുകാരെ സംബന്ധിച്ച് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സാധാരണക്കാരെ സംബന്ധിച്ച് അതൊരു അവരുടെ കാത്തിരിപ്പിൻ്റെ ഒരു പൂർണ്ണതയാണ്. പൂർണ്ണ സജ്ജമായ അയോധ്യയിലേക്ക് എത്തി അവർ ശ്രീരാമ ദർശനം സാധ്യമാക്കി മടങ്ങുകയാണ്. വലിയ സംവിധാനങ്ങൾ അതിനായി ഒരുക്കിയിട്ടുണ്ട്. നാളെ ധ്വജാരോഹണ ചടങ്ങ് നടക്കും. പ്രധാനമന്ത്രി എത്തുന്ന ചടങ്ങാണ്. 3 ലക്ഷത്തിലധികം പേരെയാണ് നാളത്തെ ദിവസം പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ച് വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങളും അയോധ്യയിൽ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നടക്കം നിരവധി പേർ അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത് രാമചന്ദ്രനാണ് തത്സമയം അയോധ്യയിൽ നിന്നുള്ള ദൃശ്യങ്ങളും വാർത്തകളും നൽകിക്കൊണ്ടിരിക്കുന്നത്.